ഹലോ ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞൊരു 6-7 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ്ലി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് നറേഷൻ എന്ന് പറയുന്നത്. നറേഷൻ ആണെന്ന് മാത്രമല്ല, അത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻട്രിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തവണ നറേഷൻ ചോദിച്ചിട്ടുള്ളത്. സോ ഇന്നത്തെ പരിപാടി രണ്ടാണ്. ഒന്ന്, നമ്മൾ നറേഷൻ എന്താണ്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. രണ്ട്, നമ്മളോട് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻട്രിയിൽ നിന്നുള്ള ഒരു നറേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ. സോ ഇത് രണ്ടുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട്. സോ നറേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതോ നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുള്ളതോ നമ്മൾ എവിടെയെങ്കിലും കേട്ടതോ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളൊരു ഓർഡറിലാക്കി വിവരിച്ച് പറയുന്നതിനാണ് നമ്മൾ നറേഷൻ എന്ന് പറയുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അണ്ടർസ്റ്റാൻഡ് വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി വി ആർ നറേറ്റിംഗ്. നമ്മൾ കഥയുടെ പല ഭാഗത്തു നിന്നും ചിലപ്പോൾ നറേഷൻ ചോദിച്ചേക്കാം. ചിലപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നിന്നായിരിക്കാം, മിഡിൽ പോർഷൻ നിന്നായിരിക്കാം, ചിലപ്പോൾ എൻഡിങ്ങിൽ നിന്നായിരിക്കും നറേഷൻ ചോദിക്കുന്നത്. കഥ മൊത്തമായിട്ട് ഒരിക്കലും നമുക്ക് നറേറ്റ് ചെയ്യാനുള്ള സമയമില്ല, അതൊരിക്കലും ചോദിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ പരിപാടി, കഥയുടെ ഏത് ഭാഗമാണ് നമുക്ക് നറേറ്റ് ചെയ്യാനുള്ളതെന്ന് ക്വസ്റ്റ്യന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഒന്നാമത്തെ പരിപാടി. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ നറേറ്റ് ചെയ്യേണ്ടത്. ചില കേസുകളിൽ കഥയിലില്ലാത്ത നമ്മളായിരിക്കും ചിലപ്പോൾ ഇത് നറേറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ കഥയിലുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും ഇത് നറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്, ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നറേറ്റ് ചെയ്യേണ്ടത്, അതും ക്വസ്റ്റ്യനിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇത് ചിലപ്പോൾ ക്യാരക്ടർ ആയേക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻട്രിയിലുള്ള ബോയ് ആയിരിക്കും ചിലപ്പോൾ നറേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് കഥയിലില്ലാത്ത നമ്മളായിരിക്കും. നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. ഈ ഫൈറ്റ് സീൻ ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളായിരിക്കും ചിലപ്പോൾ നറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ പരിപാടി. മൂന്നാമതായിട്ട്, ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ദ സെറ്റിംഗ്സ്. നമ്മൾ ചിലപ്പോൾ തുടക്കത്തിൽ നിന്നായിരിക്കാം, കഥയുടെ തുടക്ക ഭാഗത്തു നിന്നായിരിക്കാം നമ്മൾ നറേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ മിഡിൽ പോർഷൻ ആയിരിക്കാം, എൻഡ് ആയിരിക്കാം. അപ്പോൾ എവിടെ നിന്നാണോ നമ്മൾ തുടങ്ങുന്നത് ആ ഒരു ഭാഗത്തിനെ അതിനെയാണ് നമ്മൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. എവിടെയാണോ ആ കഥ നടക്കുന്നത്, ചിലപ്പോൾ ബാനിയൻ ട്രീയുടെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടായിരിക്കും, ചിലപ്പോൾ അവിടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും. എവിടെയാണോ നടക്കുന്നത് അതിനൊന്ന് ബ്രീഫ്ലി മെൻഷൻ ചെയ്യും. ഇത് നമ്മുടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ വരേണ്ട സാധനമാണ്. പിന്നെ 4, സീക്വൻസ് ഓഫ് ഇവന്റ്സ്. നമ്മൾ നറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗോൾഡൻ റൂൾ നമ്മൾ എന്തായാലും പാലിക്കണം. നമ്മളൊരു ഓർഡറിലാക്കി പറയണം. ഒരു തലയും വാലും ഇല്ലാതെ പറയരുത്. നമ്മൾ ഡയറി എല്ലാം എഴുതുന്നത് നറേഷനാണ്. അപ്പോൾ കഥയിൽ നടന്നിട്ടുള്ള അതേ ഓർഡറിലാക്കിയിട്ട് പറയണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫൈറ്റ് ബിറ്റ്വീൻ മംഗൂസ് ആൻഡ് കോബ്ര. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരു കോബ്രയാണ്, പിന്നെ മംഗൂസിനെയാണ് കാണുന്നത്. പിന്നെ ഇത് കാഴ്ചക്കാരായിട്ട് ഒരു മൈനയും ഒരു വൈൽഡ് ക്രോയും വന്നു. സോ ഇങ്ങനെ ഓരോന്നായിട്ടാണ് കഥയിൽ നടക്കുന്നത്. അവസാനം ക്രോ ചത്തു പോകുന്നുണ്ട്, പിന്നെ മംഗൂസ് ആണ് ഈ ഫൈറ്റിൽ ജയിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ഓർഡറിലാക്കി പറയുന്നതിനാണ് സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 5, ട്രൈ ടു അവോയ്ഡ് അൺനെസസറി എക്സ്പ്ലനേഷൻ. അനാവശ്യമായിട്ട് നമ്മൾ കുറേ വാരി വലിച്ച് എഴുതേണ്ട. പറഞ്ഞ കാര്യങ്ങളല്ലേ വീണ്ടും 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 പറഞ്ഞ് വഷളാക്കേണ്ട. അതിന് എക്സ്ട്രാ മാർക്കൊന്നും കിട്ടില്ല. ആറാമത്തത്, ആഡ് എ ഫിഗറേറ്റീവ് ലാംഗ്വേജ്. ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ ഒന്നും ഇങ്ങനെ പൊലിപ്പിച്ച് പറയില്ലേ, ഓ എന്തൊരു ദിവസമായിരുന്നു, വാട്ട് എ ഡേ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇങ്ങനെ ഒന്നും പൊലിപ്പിച്ച് പറയുന്നതാണ് നമ്മൾ ഫിഗറേറ്റീവ് ലാംഗ്വേജിൽ പറയാന്ന് പറയുന്നത്. അത് നമുക്കൊരു ഓപ്ഷണൽ ആണ്. അത് എഴുതി കഴിഞ്ഞാൽ നന്നായിരിക്കും. അവസാനം നമുക്കൊരു എൻഡിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ഇതും ഓപ്ഷനിലാണ്. എൻഡിങ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. സോ ഏകദേശം നമുക്കൊരു 5 പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നറേഷൻ വൃത്തിക്കും വെടുപ്പിനും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ ബോയ് വാസ് ത്രിൽഡ് അറ്റ് സീയിങ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. യു മേ ഓൾസോ ഹാവ് ദ സെയിം ഫീലിംഗ്. നറേറ്റ് ദ ഫൈറ്റ് സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഥയുടെ ഈ ഭാഗം മാത്രം നമ്മൾ നറേറ്റ് ചെയ്താൽ മതി. ഫൈറ്റ് ബിറ്റ്വീൻ മംഗൂസ് ആൻഡ് കോബ്ര, ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങ് വിട്ടേക്കും. ഇനി ഇത് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാനാ പറഞ്ഞത്. അപ്പോൾ കഥയിലില്ലാത്ത നമ്മളാണ് ഇത് നറേറ്റ് ചെയ്യുന്നത്. നമ്മളിത് കാണുന്നുണ്ട് വിചാരിക്കുക, എന്നിട്ടാണ് നമ്മൾ നറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ ഇതൊന്ന് ഓടിച്ച് വായിച്ച് കേൾപ്പിച്ചു തരാം. ഇതിൽ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടോ നിങ്ങളൊന്ന് നോക്കൂ. ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ. Okay, it was an April afternoon. Warm breezes had sent everyone indoors. എല്ലാരെയും നല്ല ചൂടുള്ള ഒരു കാറ്റടിച്ച സമയത്ത് എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി എന്നാണ് പറഞ്ഞത്. ഇൻഡോഴ്സ് എന്ന് വെച്ചാൽ അകത്തേക്ക് കയറിപ്പോയി. The boy was thinking of going for a swim. അവൻ നീന്താൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിങ്ങിലായിരുന്നു. When he saw a black cobra coming out of the group of cactus. So നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യം ഞാനിവിടെ സെറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ഇവന്റുകളായിട്ട് ഞാൻ പറയണം, ഓരോ നടന്ന കാര്യങ്ങളായിട്ട് പറഞ്ഞു. ആദ്യം ഞാനൊരു ബ്ലാക്ക് കോബ്രയാണ് കണ്ടതെന്നാണ് പറയുന്നത്. It was looking for a cooler place in the garden. A mongoose also came out and went towards a cobra. So then came a mongoose. Mongoose ആണ് പിന്നെ അവിടെ വന്നത്. And അവർ തമ്മിൽ
മുഖാമുഖം കണ്ടുമുട്ടിയെന്ന് പറയുന്നത്. ദേ കെയിം ഫേസ് ടു ഫേസ്. ദ കോബ്ര ന്യൂ ദാറ്റ് ദ 3 feet long mongoose is a fine fighter, clever. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്നേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ആണ്. എന്താ പറയുക, ഇവർ തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങി. ഇറ്റ് വാസ് എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അവർ തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച് ഞാൻ ഫിഗറേറ്റീവ് ലാംഗ്വേജിലാണ് പറഞ്ഞത് അല്ലേ, ഞാൻ കുറച്ച് പൊലിപ്പിച്ചിട്ടാണ് പറഞ്ഞത്. ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമ്മൾ ഈ ഓർഡറിലാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ദ കോബ്ര ഹിസ്റ്റ്, ദ ടങ് ഡാർട്ടഡ് ഇൻ ആൻഡ് ഔട്ട്, ഇറ്റ് വാസ് 6 feet long. നമ്മൾ കണ്ട ഓരോ കാര്യങ്ങളായിട്ട് പറയണം. അതിന് 6 അടി പൊക്കം ഉണ്ടായിരുന്നു. ഇറ്റ് റേസ്ഡ് ഇറ്റ്സ് 3 feet high and raised its broad spectacle hood. ഹുഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, പത്തി വിടർത്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറയാണ്. The mongoose was also ready to fight. It hair on the spine stood like a bristles. ഒരു ബ്രഷ് പോലെ ഇങ്ങനെ എഴുന്ന് നിന്ന് എന്നുള്ളതിനാണ് stood like a bristles എന്ന് പറയാം. They would help him to prevent his body from getting bitten. A myna and a jungle crow. കണ്ടോ, പിന്നെ നമ്മൾ പറയുന്നത് ഈ മൈനയും ജംഗിൾ ക്രോയും അവിടെ വന്നതാണ്. To watch, they were watching the fight. At one stage they dived towards the cobra but they missed. The myna went back. So ഇവിടെ കാക്ക ചത്തുപോയതും ഇവിടെ പറയുന്നുണ്ട്. The crow was trying to turn around when it was struck by the cobra. ഈ ക്രോ പാമ്പിനാൽ കടിക്കപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് വരുന്നത്. The mongoose proved too clever for the cobra and finally it killed the mongoose. It killed by the mongoose. Killed the mongoose അല്ല, killed by the mongoose. ഈ മംഗൂസ് ആണ് അവസാനം നമ്മുടെ ഫൈറ്റിൽ വിജയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത്രയേ ഉള്ളൂ ഈ ഫൈറ്റ് ബിറ്റ്വീൻ മംഗൂസ് ആൻഡ് കോബ്ര. ബാക്കി എന്ത് നടന്നു എന്നുള്ളത് നമ്മളിവിടെ പറയണ്ട. വിച്ച് ഡ്രാഗ്ഡ് ഇൻ ടു ദ ബുഷസ്, അത് കടിച്ചെടുത്തുകൊണ്ട് പോയി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഹെഡിങ് ഓപ്ഷണലാണ്. സെറ്റിങ്ങിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ കാര്യങ്ങളൊക്കെ ഓർഡറിലാക്കിയാണ് പറഞ്ഞത്. അനാവശ്യമായിട്ട് ഒരു എക്സ്പ്ലനേഷനും ഇല്ല. പിന്നെ ഞാൻ ഫിഗറേറ്റീവ് ലാംഗ്വേജും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നാൽ 5 പോയിന്റുകളും നമ്മൾ ഇതിൽ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് നമ്മുടെ നറേഷൻ എന്ന് പറയുന്നത്. സോ നറേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.